ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. ആറാം തമ്പുരാനായി വീണ്ടും എ.പി. അനിൽകുമാർ. വണ്ടൂരിന്റെ ജനനായകൻ മൂന്നാം തവണയും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വണ്ടൂർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ കരുത്തനായ പ്രതിനിധി എ.പി. അനിൽകുമാർ സംസ്ഥാന മന്ത്രിയായാണ് വീണ്ടും ചുമതലയേറ്റത്. ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം മന്ത്രി പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഞാൻ എ.പി. അനിൽകുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം, അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വണ്ടൂർ സംവരണ നിയോജക മണ്ഡലത്തിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തോടെ തുടർച്ചയായി ആറാം തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വണ്ടൂരിന്റെ മണ്ണിൽ അനിൽകുമാറിന് പകരം വയ്ക്കാൻ മറ്റൊരു പേരില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഇത്തവണ 47,939 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തന്റെ മണ്ഡലം കാത്തുസൂക്ഷിച്ചത്. ഈ ഉജ്ജ്വല വിജയത്തോടെ അണികൾ അദ്ദേഹത്തെ ആറാം തമ്പുരാൻ എന്ന സവിശേഷണത്തോടെയാണ് വരവേറ്റത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും മലപ്പുറം ജില്ലയുടെയും വികസനത്തിന് പുതിയ മന്ത്രിസഭയിലെ അനിൽകുമാറിന്റെ സാന്നിധ്യം കൂടുതൽ കരുത്തുപകരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.